മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. നീരൊഴുക്കും ശക്തം. കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ തുറന്നു. പെരിയാർ, മുതിരപ്പുഴ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി മലയോരം. പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിൽ കാട്ടാനയും പുലിയും. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസിക്കുടിയിൽ കാട്ടാനാക്രമണം. ബൈക്ക് മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഉടുമ്പൻചോല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്ക് വേറെയും മോഷണ കേസുകൾ. ക്യാൻസർ ബാധിതയിൽ നിന്ന് പണം കവർന്ന പ്രതി ഒളിവിൽ തുടരുന്നു. ആനവിരട്ടി പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളത്തിന് രാത്രികാലത്ത് ദുർഗന്ധമെന്ന നാട്ടുകാർ. കാമാക്ഷി നീലിവയൽ കുളത്തിൽ വീണ് ചത്ത കാട്ടുപന്നിയെ നീക്കം ചെയ്തില്ലെന്ന പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. കാലവർഷം വീണ്ടും കനത്തതോടെ കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ജില്ലയിൽ വീണ്ടും കാലവർഷം ശക്തിയാർജിച്ചു. ഇന്നലെ രാത്രിയിൽ ജില്ലയിൽ ഒട്ടുമിക്കയിടങ്ങളിലും കനത്ത മഴ പെയ്തു. പുഴകളിലും കൈത്തോടുകളിലും നീരൊഴുക്ക് വർദ്ധിക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തു. ജലനിരപ്പ് സംരക്ഷണ ശേഷിയുടെ പരമാവധി എത്തിയതോടെ കല്ലാർകുട്ടി, പാമ്പ്ള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. പെരിയാറിന്റെയും മുതിരപ്പുഴയുടെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. മാട്ടുപ്പെട്ടി, കുണ്ടള, പൊന്മുടി തുടങ്ങി ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലേക്കും
ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു. കഴിഞ്ഞ മാസം അവസാന വാരം കാലവർഷം എത്തിയ ശേഷം ജില്ലയിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇതിനെ തുടർന്ന് പൊന്മുടി, കല്ലാർകുട്ടി, ഹെഡ്വർക്സ്, മലങ്കര, പാമ്പ്ള തുടങ്ങിയ 5 അണക്കെട്ടുകൾ പരമാവധി സംരക്ഷണ ശേഷിയിലേക്ക് എത്തിയിരുന്നു. മഴ കുറഞ്ഞതോടെ തുറന്ന അണക്കെട്ടുകളുടെ ഷട്ടറുകൾ അടച്ചിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിച്ചതോടെ അണക്കെട്ടുകളിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തി തുടങ്ങി. ജില്ലയിലെ ഒട്ടുമിക്ക അണക്കെട്ടുകളിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വെള്ളത്തിന്റെ അളവ് കൂടുതലുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിൽ ഉള്ളവർ. ദേശീയപാതയിൽ പകൽ സമയത്ത് പോലും കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നതും ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കൊല്ലം ഡിണ്ടുഗൽ ദേശീയപാത കടന്നുപോകുന്ന പീരുമേട്, പെരുവന്താനം മേഖലയിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. മുറിഞ്ഞുപുഴ, കണയങ്കവയൽ എന്നിവിടങ്ങളിൽ കാട്ടാനകൾ പതിവായി എത്തുന്നു. പാഞ്ചാലിമേട് വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള പാതയോരത്തും കാട്ടാനകൾ പതിവായി എത്തുന്നു. കൃഷിയിടങ്ങളിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങൾ കൃഷികൾക്കൊപ്പം കയ്യാലകളും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളും വരെ ഇടിച്ചു നിരത്തിയാണ് മടങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനകൾക്കൊപ്പം പുലിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. പുറത്തിറങ്ങുന്ന ആളുകളെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമിക്കുന്ന, ക്രൂരമായി കൊലപ്പെടുത്തുന്ന വളരെ ദയനീയമായ അവസ്ഥയുള്ളൂ. അത് വളരെ ജനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ, ആവർത്തിച്ച് പറയുന്നു, വകുപ്പ് മന്ത്രിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനങ്ങളോടുള്ള വളരെ ക്രൂരതയാണ്. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിനോദസഞ്ചാരികളും ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നു. ഓരോ തവണയും കാട്ടാനകൾ എത്തുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. സിറ്റി വിഷൻ, പീരുമേട്. ഇടുക്കി കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാന ആക്രമണം പതിവാകുന്നു. കഴിഞ്ഞ ദിവസം കുടിയിലെത്തിയ കാട്ടാന ഒരു വീട് തകർക്കുകയും നിരവധി പേരുടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ 4 ആനകളാണ് വന്നത്. ആദ്യത്തെ ദിവസം 2 ആനയാണ് വന്നത്. അപ്പം കൂടുതൽ ആനകൾ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകൾ വളരെ പേടിച്ചാണ് ജീവിക്കുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി സെറ്റിൽമെന്റിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നത്. 1 മാസം മുമ്പ് 1 ആന മാത്രമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 6 ആനകളാണ് പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനക്കൂട്ടം റജി ചിരട്ടവയലിൽ, കുഴിയാനിപ്പള്ളിയിൽ രുക്മിണി, ജെയിംസ് പ്ലാപ്പറമ്പിൽ, ടിൻഡ വെട്ടിക്കൽ തുടങ്ങിയവരുടെ ഏലം ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചു. ജെയിംസ് പ്ലാപ്പറമ്പിലിന്റെ വീടും കാട്ടാനകൾ തകർത്തു. ഒരു 3 മാസം മുന്നേ 2 ആന, ഒരാന വന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ 2 ആന വന്നു. ഇപ്പോൾ 2 ആന 4 ആയി, ഇപ്പോൾ 6 ആയി. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് കോളനിയുടെ അടുത്ത് ഒരു 50 മീറ്റർ അകലെ ഇന്നലെ വെളുപ്പിന് 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ആന വന്ന സ്ഥിതി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കോളനിവാസികൾ മൊത്തം പരിഭ്രാന്തരായിട്ട് ഇരിക്കുന്നൊരവസ്ഥയാണ്. അഞ്ചുരുളി ആദിവാസി കുടിയിൽ 5 വർഷം മുമ്പ് വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനം വകുപ്പ് 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അന്ന് ഈ മേഖലയിൽ കാട്ടാന ശല്യം കുറവാണെന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയില്ല. കാട്ടാന ശല്യം മൂലം പണിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ. മഴ ശക്തമാകുന്നതോടെ അഞ്ചുരുളി ആദിവാസി കുടി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യമൃഗശല്യം ഒഴിവാക്കാൻ RRTA ഉൾപ്പെടെ നിയമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, കട്ടപ്പന. ബൈക്ക് മോഷണ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഉടുമ്പൻചോല പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. രാജക്കാട്, കുമളി പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വാഹന മോഷണവുമായി ബന്ധപ്പെട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇതിനോടൊപ്പം ജില്ലയുടെ വിവിധ മേഖലകളിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള ബൈക്ക് മോഷണങ്ങളിലെ പ്രതികളുടെ ബന്ധത്തെക്കുറിച്ചും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. അരുവിളഞ്ചാൽ, ഒറ്റപ്ലാക്കൽ അനൂപ്, അണക്കര വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കാന്തിപ്പാറ സ്വദേശിയുടെ മോഷണം പോയ ബൈക്കിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ 8-നാണ് ബൈക്ക് മോഷ്ടിച്ചത്. ഈ ബൈക്കിൽ അടിമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ അപകടമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ യുവാക്കൾ ഉടുമ്പൻചോലയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച കേസിലെ പ്രതികളാണെന്ന് തിരിച്ചറിഞ്ഞു. കാന്തിപ്പാറ കമ്പനിമലയിൽ ജോയിയുടെ ബൈക്കാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മുൻപും ഇവർക്കെതിരെ ബൈക്ക് മോഷണത്തിന് കേസുണ്ടെന്നും കണ്ടെത്തി. രാജാക്കാട്, കൊമളി എന്നിവിടങ്ങളിൽ നിന്നായി 4 ബൈക്കുകൾ പ്രതികൾ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇതിൽ FIR ഇട്ട് അന്വേഷണം നടത്തി വരവെയാണ് ഉടുമ്പൻചോലയിലെ മോഷണക്കേസിൽ പ്രതികൾ പിടിയിലായത്.
ഇന്നലെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. രാജാക്കാട് കുമളി മേഖലകളിലെ മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുക. നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം. മറ്റ് സ്റ്റേഷൻ പരിധികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈക്ക് മോഷണ കേസുകളുമായുള്ള പ്രതികളുടെ ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സിറ്റി വിഷൻ, ഉടുമ്പൻചോല. അടിമാലിയിൽ ക്യാൻസർ ബാധിതയിൽ നിന്ന് പണം കവർന്ന സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലാതെ പോലീസ്. കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി സ്വദേശി ഉഷ സന്തോഷിന്റെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷയുടെ വായിൽ തുണി തിരികെ കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത്. അടിമാലിയിൽ അർബുദബാധിതയായ വീട്ടമ്മയെ കെട്ടിയിട്ട പണം കവർന്ന കേസിൽ പോലീസിന് ഇനിയും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. കേസിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാകുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിരുന്നു. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഉഷയുടെ വീട്ടിൽ നിന്ന് പണം മോഷണം പോകുന്നത്. കീമോതെറാപ്പിക്ക് ശേഷം വിശ്രമത്തിലായിരുന്ന ഉഷയുടെ വായിൽ തുണി തിരികെ കയറ്റി കട്ടിലിൽ കെട്ടിയിട്ട ശേഷമായിരുന്നു കവർച്ച നടത്തിയത്. രാവിലെ ഉഷയുടെ ഭർത്താവും മകളും പുറത്തുപോയ ശേഷമായിരുന്നു അജ്ഞാതൻ വീടിനുള്ളിൽ കയറി ഉഷയെ കെട്ടിയിട്ട് 16,500 രൂപ കവർന്നത്. ചികിത്സയ്ക്കായി സുമനസ്സുകൾ സമാഹരിച്ച തുകയാണ് മോഷണം പോയത്. പിന്നീട് അയൽവാസികൾ എത്തിയപ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. പോലീസിന് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ഉണ്ടായില്ലെന്നാണ് വിവരം. സിറ്റി വിഷൻ, അടിമാലി. വെള്ളത്തുവൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപത്തു കൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങി ഒഴുകുന്നതായി പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞുകിടക്കുന്നതായും പരാതിയുണ്ട്. വെള്ളത്തൂവൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആനവിരട്ടി പാടശേഖരത്തിന് സമീപം നിരവധിയായ കുടുംബങ്ങൾ താമസിച്ചു പോരുന്നുണ്ട്. ഈ കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയാണ് പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളം രാത്രികാലത്ത് അസഹനീയമായ ദുർഗന്ധത്തോടെ കലങ്ങിയൊഴുകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് ഈ സംഭവം ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു രാത്രി ഒരു 8-9 മണിയാകുമ്പോഴത്തേനും അങ്ങ് കറുത്തിട്ട് ഭയങ്കര ഒരു മണമായിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ വെള്ളം അങ്ങനെ വന്നു. അത് ഒരു മണിക്കൂർ, ഒരു 2 മണിക്കൂറോളം അങ്ങ്. പകൽ തോട്ടിലെ വെള്ളം തെളിഞ്ഞൊഴുകുന്നുവെങ്കിലും വെള്ളത്തിൽ പലയിടത്തും മാലിന്യം പോലുള്ള വസ്തുക്കൾ അടിഞ്ഞു കിടക്കുന്നതായും പരാതിയുണ്ട്. എവിടെ നിന്നാണ് ഇത്തരത്തിൽ വെള്ളത്തിൽ മാലിന്യം കലരുന്നതെന്ന് കണ്ടെത്തണമെന്നാണ് സമീപവാസികളുടെ ആവശ്യം. രാത്രികാലത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തി നടപടി സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. കുളത്തിൽ വീണ് ചത്ത കാട്ടുപന്നിയുടെ ജഡം നീക്കം ചെയ്തില്ലെന്ന് പരാതി. കുടിവെള്ള സ്രോതസ്സിൽ കാട്ടുപന്നി ചത്തുകിടന്നിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ചിത്രമെടുത്ത് മടങ്ങുകയാണ് ചെയ്തതെന്നും ആരോപണം. കാമാക്ഷി നീലിവയൽ കുളമ്പള്ളിയിൽ ജോസിന്റെ കിണറ്റിലാണ് കാട്ടുപന്നി വീണ് ചത്തത്. കാമാക്ഷി പഞ്ചായത്ത് 2-ാം വാർഡിൽപ്പെടുന്ന നീലവയലിലാണ് കാട്ടുപന്നിയെ കിണറ്റിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന കോളമ്പള്ളി ജോസിന്റെ പുരയിടത്തിലെ കിണറ്റിലാണ് ഇന്ന് രാവിലെ ദുർഗന്ധം വഹിച്ചതോടുകൂടി നോക്കിയപ്പോൾ പന്നി ചത്തുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയും മെമ്പർ അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് അധികൃതരെത്തി ചത്തുകിടന്നതിനെ ചിത്രങ്ങളെടുത്ത് മടങ്ങുകയും ചെയ്തു. എന്നാൽ പന്നിയെ കിണറ്റിൽ നിന്നും നീക്കം ചെയ്യുന്നതിനോ തുടർ നടപടികളോ സ്വീകരിച്ചില്ല. പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ്. പന്നിയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കരിക്കേണ്ട നടപടി പോലും സ്വീകരിക്കാതെ വനംവകുപ്പ് അധികൃതർ മടങ്ങിയത് മേഖലയിൽ കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കുളമ്പള്ളി ജോസേട്ടൻ എന്ന ഒരു ചായക്കടക്കാരൻ്റെ കിണറ്റിൽ ഒരു കാട്ടുപന്നി വന്ന് വീണ് ചത്തുകിടക്കുകയാണ്. പുള്ളിയുടെ കുടിവെള്ളമാണത്. ഇവിടെ ആ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അതുപോലെ ഭയങ്കര മണമാണ് അവിടുന്ന് ആ കിണറ്റിൽ നിന്നും ഇങ്ങോട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടുപന്നികളെ പിടിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് മേഖലയിൽ പതിവാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ വനംവകുപ്പിന്റെ നടപടികളിൽ കർഷകർ ആശങ്കയുമാണ്. കിണറ്റിൽ ചത്തുകിടക്കുന്ന കാട്ടുപന്നിയുടെ ജഡം നീക്കം ചെയ്യുവാനുള്ള ചുമതല വനംവകുപ്പിനാണെന്ന നിലപാടാണ്
നാട്ടുകാർ. സിറ്റി വിഷൻ ഇടുക്കി. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപം ഇറക്കത്തോടു കൂടിയ കൊടുംവളവ് അപകട ഭീതി ഉയർത്തുന്നു. പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ്. ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷിയാവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കെണി കൂടുതൽ വെളിവായത്. ഈ ഭാഗത്ത് സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കാർ താഴ്ചയിലേക്ക് പതിച്ച് അപകടം സംഭവിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കത്തിപ്പാറയ്ക്ക് സമീപമാണ് വലിയ അപകടക്കെണി പതിയിരിക്കുന്നത്. കൊടുംവളവും ഇറക്കവും നിറഞ്ഞ ഭാഗമാണിവിടം. കൂടാതെ പാതയുടെ ഫില്ലിംഗ് സൈഡ് കുത്തനെയുള്ള ചെരിവാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ പതിക്കുക വലിയ കൊക്കയിലേക്കാകും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇവിടെ ഒരു കാർ താഴ്ചയിലേക്ക് പതിച്ചു. അടിമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുമ്പും ഈ ഭാഗത്ത് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. നാഷണൽ ഹൈവേ 85 കത്തിപ്പാറ ഭാഗത്തു നിന്ന് താഴേക്ക് കല്ലാർകുട്ടിക്ക് പോകുമ്പോൾ വളരെ അഗാധമായ ഒരു ഇറക്കം അവിടെയുണ്ട്. അവിടെ ക്രാഷ് ഗാർഡോ അതുപോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. BM ആൻഡ് BC നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടന്നിട്ടുള്ളതിനാൽ വലിയ വേഗത്തിലാണ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ പാതയ്ക്കിവിടെ വേണ്ടത്ര വീതിയില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇവിടെ നിന്നിരുന്ന മരങ്ങളും മറ്റും കൃഷി ആവശ്യത്തിനായി നാളുകൾക്ക് മുമ്പ് മുറിച്ചു മാറ്റിയിരുന്നു. ഇതോടെയാണ് ഇവിടെ പതിയിരിക്കുന്ന അപകടക്കെണി കൂടുതൽ വെളിവായത്. വാഹനം ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്നും താഴേക്ക് പതിച്ചാൽ അത് വലിയ ദുരന്തത്തിന് ഇടവരുത്തും. ഈ അപകട സാധ്യത അടിയന്തരമായി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ അടിമാലി. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡരികിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാതയിൽ അടക്കം നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വനംവകുപ്പ് തയ്യാറാകാത്തത് മൂലം മരം വീണ നിരവധിയായ വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകർന്നതിൽ KSEBക്കുണ്ടായ നഷ്ടം വനംവകുപ്പിൽ നിന്ന് ഈടാക്കണമെന്നാവശ്യപ്പെട്ട് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ വൈദ്യുത വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. KSEB മന്ത്രിക്കും നമ്മൾ കൃത്യമായ രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട്. KSEBക്കുണ്ടായിരിക്കുന്ന പരിപൂർണമായ നാശനഷ്ടങ്ങളുടെ
മുഴുവൻ പണവും വനം വകുപ്പിൽ നിന്ന് ഈടാക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതിന് കൃത്യമായ കാരണം എന്ന് പറയുന്നത് ഇത് മുറിച്ച് മാറ്റണം, കാലവർഷക്കെടുതിക്ക് മുന്നേ ഇത് മുറിച്ച് മാറ്റണമെന്ന് KSEB കൃത്യമായി, അതുപോലെ ജില്ലാ ഭരണകൂടം കൃത്യമായി വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ യാതൊരു രീതിയിലുള്ള മുന്നോട്ടുള്ള നടപടികളും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ നടപടിയെടുക്കണം എന്ന് കൃത്യമായ രീതിയിൽ KSEB മിനിസ്റ്റർക്കും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ആശങ്കകൾ അകറ്റി +1 പ്രവേശനം തുടരുന്നു. +1 പ്രവേശനത്തിന്റെ 2ാം അലോട്ട്മെന്റിൽ ജില്ലയിൽ 6050 പേർ ഇടം നേടി. ഇനി 1693 ഒഴിവുകൾ മാത്രമാണുള്ളത്. 3ാം അലോട്ട്മെന്റ് 16-നാണ്. 18-ന് ക്ലാസുകൾ തുടങ്ങും. ആകെ 12609 പേരാണ് ജില്ലയിൽ +1 അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിച്ചത്. ജില്ലയിലാകെ 11600 സീറ്റുകളാണുള്ളത്. 80 സ്കൂളുകളും സർക്കാർ 37, എയ്ഡഡ് 32, അൺഎയ്ഡഡ് 9, ടെക്നിക്കൽ 2. ഇവിടങ്ങളിലായി 232 ബാച്ചുകളുമുണ്ട്. അലോട്ട്മെന്റ് അനുസരിച്ച് സ്കൂളുകളിൽ പ്രവേശനവും തുടങ്ങി. ആദ്യത്തെ അലോട്ട്മെന്റിൽ ഭൂരിഭാഗം കുട്ടികളും ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. 2ാം ഘട്ട അലോട്ട്മെന്റിലേക്ക് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുകൂടാതെ മാനേജ്മെന്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും ഇന്ന് മുതൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ നടക്കുന്നത്. മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷനും ഈ ദിവസങ്ങളിൽ നടക്കും. 18-ാം തീയതിയോടുകൂടി അടുത്ത അലോട്ട്മെന്റും വന്ന് ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. ആദ്യ അലോട്ട്മെന്റിൽ ജില്ലയിൽ നിന്ന് 6363 പേർക്കാണ് പ്രവേശനം ലഭിച്ചത്. ഇതിൽ 3007 പേർ മെറിറ്റ് സീറ്റിൽ സ്ഥിര പ്രവേശനം നേടിയിരുന്നു. 2156 പേർ താൽക്കാലിക പ്രവേശനം നേടി. ഇതിൽ 1150 പേർ പ്രവേശനം നേടിയില്ല. വിവിധ കാരണങ്ങളാൽ 49 പേരുടെ അപേക്ഷ നിരസിച്ചു. 3ാം അലോട്ട്മെന്റ് 16-നാണ്. 18-ന് ക്ലാസുകൾ തുടങ്ങും. സിറ്റി വിഷൻ, രാജാക്കാട്. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനം സമാപിച്ചു. സെക്രട്ടറിയായി VR പ്രമോദിനെ സമ്മേളനം വീണ്ടും തെരഞ്ഞെടുത്തു. പ്രമോദ് അടക്കം 25-അംഗ കമ്മിറ്റിയെയും സമ്മേളനം ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു. തൊടുപുഴ താലൂക്കിലെ മുഴുവൻ അർഹതപ്പെട്ട കർഷകർക്കും പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ട വണ്ണപ്പുറം, മുള്ളരിങ്ങാട്, ഉടുമ്പന്നൂർ, ഉപ്പുകുന്ന്, മലയിഞ്ചി, വില്ലന്തണ്ട്, തൊമ്മൻകുത്ത് തുടങ്ങിയ പ്രദേശത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ഇതുവരെ പട്ടയം ലഭിച്ചിട്ടില്ല. ഇവർക്കും പട്ടയം ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പവർ ഹൗസ് ഉടുമ്പൻചോല 2ാം മൈൽ സംസ്ഥാന പാതയിൽ പവർ ഹൗസ് ഭാഗത്തായി റോഡിന് നടുവിൽ നിൽക്കുന്ന 66 kV ടവർ ലൈൻ മാറ്റി സ്ഥാപിച്ച് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഒഴിവാക്കി യാത്ര സുഗമമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പള്ളിവാസൽ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗവും അപകട മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KN സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നിഷാദ് VA തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ ജനതാദളിന്റെ ജില്ലാ കൗൺസിൽ യോഗം അടിമാലിയിൽ നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റായി കോയ അമ്പാട്ടിനെ യോഗം ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തു. ദേശീയ തലത്തിൽ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് കീഴ്ഘടകങ്ങളിലും പാർട്ടിയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനം താഴെത്തട്ടു മുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടും ദേശീയ തലത്തിൽ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലുമാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ജില്ലാ കൗൺസിൽ യോഗം അടിമാലിയിൽ നടന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്കും സംസ്ഥാന കൗൺസിലിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും ഇതിന്റെ ഭാഗമായി നടന്നു. സംഘടനാ ജില്ലാ പ്രസിഡന്റായി കോയ അമ്പാട്ടിനെ യോഗം ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തു. പാർട്ടിയുടെ പ്രവർത്തനം ഇനിയും ഏറെ ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകേണ്ടതായുണ്ടെന്ന് കോയ അമ്പാട്ട് പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 15 കൗൺസിലേഴ്സ് അടങ്ങുന്ന ആളുകളാണ് ജില്ലാ കൗൺസിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന കൗൺസിലർമാരിൽ നിന്നാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത്. MK ജോസഫ്, വിൻസെന്റ്, ജിംസൺ എന്നിവരെ സംസ്ഥാന കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്തു. 23-അംഗ ജില്ലാ കമ്മിറ്റിയും യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമാകുന്നു. നീരൊഴുക്കും ശക്തം. കല്ലാർകുട്ടി പാമ്പ്ള അണക്കെട്ടുകൾ തുറന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ തുറന്നു. പെരിയാർ മുതിരപ്പുഴ തീരപ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം.
വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി മലയോരം. പീരുമേട് പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിൽ കാട്ടാനയും പുലിയും. കാഞ്ചിയാർ അഞ്ചുരുളി ആദിവാസി കുടിയിൽ കാട്ടാനാക്രമണം. ബൈക്ക് മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഉടുമ്പൻചോല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതികൾക്ക് വേറെയും മോഷണ കേസുകൾ. ക്യാൻസർ ബാധിതയിൽ നിന്ന് പണം കവർന്ന പ്രതി ഒളിവിൽ തുടരുന്നു. ആനവിരട്ടി പാടശേഖരത്തിന് സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളത്തിന് രാത്രികാലത്ത് ദുർഗന്ധമെന്ന നാട്ടുകാർ. കാമാക്ഷി നീലിവയൽ കുളത്തിൽ വീണ് ചത്ത കാട്ടുപന്നിയെ നീക്കം ചെയ്തില്ലെന്ന പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. ക്രിസ്ത്യൻ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്. കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.